بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ആദരണീയരായ വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും ദുർബലവുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിലായി റബീഉൽ അവ്വൽ പിറന്നതോടെ ഇസ്ലാമികമായി എന്തോ വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന മാസമാണ് ഇതെന്ന ധാരണയിൽ പള്ളികളും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ വർണ്ണങ്ങളാലും വെളിച്ചങ്ങളാലും അലങ്കരിക്കുകയും ഒട്ടേറെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുയായികളോ അവരുടെ ജീവിതത്തിൽ കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത ആചാരങ്ങൾ അനുഷ്ഠിച്ച് ഈ ദിവസങ്ങളെ റബീഉൽ അവ്വലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നു, ഞാൻ ആയത്ത് ഉദ്ധരിക്കുന്നില്ല, നമ്മൾ ദുൽഹജ്ജ് മാസത്തിലും മുഹറം മാസത്തിലുമൊക്കെ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം തന്നെയാണ്. ആകാശങ്ങളും ഭൂമിയും അഥവാ ഈ പ്രപഞ്ചം സംവിധാനിച്ച അള്ളാഹു അവൻ്റെ തീരുമാനമനുസരിച്ച് തയ്യാറാക്കപ്പെട്ടതാണ് 12 മാസങ്ങൾ. വർഷത്തിൽ 12 മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കണക്കങ്ങനെയാണ്. അവയിൽ 4 വിലക്കപ്പെട്ട മാസമാണ്, അഥവാ യുദ്ധം വിലക്കപ്പെട്ട ഏറെ പരിഗണിക്കേണ്ടുന്ന മാസമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നിശ്ചയമായും അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ പോലെ കറങ്ങി വന്നിരിക്കുകയാണ് കാലം. ഒരു വർഷം 12 മാസമാണ്. അതിൽ 3 തുടർച്ചയായിട്ടുള്ളവയാണ്: ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നിവ. പിന്നെ ജുമാദയുടെയും ഷഅബാന്റെയും ഇടയിലുള്ള റജബ് മാസവും. അഥവാ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങൾ പ്രത്യേകം ആദരിക്കപ്പെടേണ്ടുന്ന, യുദ്ധം വിലക്കമാക്കപ്പെട്ട, പരിഗണിക്കപ്പെടേണ്ടുന്ന മാസങ്ങളാണു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചക വചനം ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തി. ഇവിടെ പ്രധാനപ്പെട്ട 2 മാസങ്ങൾ വന്നിട്ടില്ല. ഒന്ന് റമദാൻ. എന്നാൽ റമദാനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈൽ അടക്കമുള്ള അധ്യായങ്ങളിൽ അത് വ്യക്തമാക്കിയതാണ്. അതുപോലെ അൽ ബഖറയിലുണ്ട്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ എന്ന്. അപ്പോൾ റമദാനെ അவ்விധത്തിൽ വേറെ ഒരുപാട് പരിഗണനകളോടെ ആദരിക്കപ്പെടേണ്ട മാസമാണെന്ന് ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത, പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു മാസമാകുന്നു റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് ധരിച്ച് അത് ആഘോഷിക്കുക, പ്രവാചക സ്നേഹം ഈമാനിന്റെ ഭാഗമായിരിക്കെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടണം, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർത്ത് റബീഉൽ അവ്വൽ 12 പ്രത്യേകിച്ചും പരിഗണിച്ചുകൊണ്ടാണ് ഇவ்விധത്തിൽ ഒരു വിഭാഗം ആളുകൾ പ്രവർത്തിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതി കൃത്യമല്ല. അഥവാ ക്രിസ്തുബ്ദം 570 അല്ല, പിറ്റേത്തെ വർഷം 571
അല്ല 570 മുമ്പാണെന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മാസങ്ങൾ, പ്രവാചകൻ ജനിച്ച മാസങ്ങളിൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റജബ്, റമളാൻ എന്നീ മാസങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു മാസത്തിലാകാം എന്നും പറഞ്ഞിട്ടുണ്ട്. തീയതിയാണെങ്കിലോ അതിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 2, 8, 9, 12, 17, 18 തീയതികൾ എന്ന രീതിയിൽ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നത് റബീഉൽ അവ്വൽ ഇത് ഈ പറഞ്ഞ തീയതികളിലാണ്. അതായത് 2, 8, 10, 12, 17, 22 ഈ തീയതികളിൽ ഏതോ ഒന്നിലാണ് പ്രവാചകൻ ജനിച്ചിരിക്കുന്നത് എന്നാണ് ഇബ്നു കസീർ റഹ്മഹുള്ള പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ ആണെന്നോ 12 ആണെന്നോ ഒരു തെളിവും വ്യക്തമായ രീതിയിൽ ഏകീകരിച്ച രീതിയിൽ ചരിത്രത്തിൽ ഇല്ല. എന്നാൽ റബീഉൽ അവ്വൽ 12 പ്രത്യേകതയുണ്ട്. റബീഉൽ അവ്വൽ 12 സ്വഹാബികുമാർ ഒന്നടങ്കം മറക്കാത്ത ഒരു ദിനമായി മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് പ്രവാചകന്റെ വിയോഗ ദിനമായിരുന്നു റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ട് കരഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു അലറി, ആരാണ് പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നത് എന്ന് അട്ടഹസിച്ചുകൊണ്ട് അലറി. സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവർക്ക്. മദീന നഗരമാകെ പൊട്ടിക്കരഞ്ഞ ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. ജനനത്തെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം ഇല്ലെങ്കിലും മരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായമുണ്ട്. അത് നുബുവത്തിന് ശേഷമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് അന്ത്യദിനത്തോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട എല്ലാം രേഖപ്പെടുത്തപ്പെട്ട കൂട്ടത്തിൽ പ്രവാചകന്റെ വിയോഗത്തിന്റെ ദിവസവും സമയവും വർഷവും വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്നേഹിക്കണ്ടേ? ഇതൊരു വലിയ വിഷയമാണ്. എന്നാൽ പ്രവാചകനെ ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾ സത്യവിശ്വാസികളുടെ ഗണത്തിൽ പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാളും എനിക്ക് എൻ്റെ ദേഹത്തോട് ഇഷ്ടമുണ്ട്. എൻ്റെ ദേഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ശരീരത്തെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുളിയടക്കമുള്ള വൃത്തിയോടെയുള്ള പെരുമാറ്റമൊക്കെ ശരീരത്തിൽ താറുമാറാകുന്ന ഒരവസ്ഥയും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ ഖുർആൻ പറയുന്നു, ആ ദേഹത്തെക്കാളും ആ സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകനാണ് നിങ്ങളുടെ അടുത്ത ആള്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, അദ്ദേഹത്തിന്റെ ഭാര്യമാർ നമ്മുടെ മാതാക്കളുമാകുന്നു. പ്രവാചകനോളം ഒരാൾക്ക് ഒരടുപ്പവും ഒരാളോടും ഉണ്ടാവാൻ പാടില്ല, ഒരിഷ്ടവും ഒരാളോടും ഉണ്ടാവാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ, എന്താണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഉമർ പറഞ്ഞു, എൻ്റെ ദേഹം കഴിഞ്ഞാൽ അങ്ങയോടാണ്. പ്രവാചകൻ തിരുത്തി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. മറ്റെന്തിനേക്കാളും നമ്മുടെ കുടുംബം, നമ്മുടെ അഹലുകാർ, നമ്മുടെ മക്കള്, നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വന്തം ശരീരം, അതിനേക്കാളുമേറെ നിങ്ങൾക്കെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നതാകുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും വിശ്വാസിയാകുന്നില്ല. കേട്ടോ, ഒരാളും വിശ്വാസിയാകുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇഹത്തിലും പരത്തിലും ഒരു സത്യവിശ്വാസിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഓതിയ സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്ത്
ഓതാൻ പാരായണം ചെയ്യാൻ പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു. എന്താണ് ആയത്തിന്റെ അർത്ഥം? പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു. അപ്പൊ പ്രവാചക സ്നേഹം എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രവാചക സ്നേഹം? വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സൂറത്ത് ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്താണ്. നബിയെ പറയണേ, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കാത്ത ഒരാൾക്കും വിശ്വാസിയാകാൻ കഴിയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കാത്ത ഒരാൾക്കും സ്വർഗത്തിൽ ഇടം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരണം. ആരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകന്റെ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കണം, പ്രവാചകനെ അനുധാവനം ചെയ്യണം. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുന്നതാണ്. വിശുദ്ധ ഖുർആനാണ് ഇത് സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവിനെയും അന്ത്യദിനത്തിനെയും പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പോരുന്നവർക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നീ. ആരെങ്കിലും എന്റെ ചര്യയോട് വിമുഖത, അകൽച്ച കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പൊ പ്രവാചകനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന്റെ പൂർത്തീകരണം പ്രവാചക ചര്യ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രവാചകന്റെ ചര്യയെ അവഗണിച്ചുകൊണ്ട്, പ്രവാചകന്റെ ചര്യയെ നിർദ്ദേശങ്ങളെ പരിഗണിക്കാതെ ഒരു മനുഷ്യനും പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. പ്രവാചകനെ ഏറെ സ്നേഹിച്ച വ്യക്തിത്വങ്ങൾ ആരൊക്കെയാ? ലോകത്ത് ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിയോഗാനന്തരം 2.5 വർഷക്കാലം ഖലീഫയായിരുന്നു. 2.5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നന്നെ ചുരുങ്ങിയത് 2 പ്രവാചക ദിനം ആ സമയത്ത് വന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ വന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴോ പ്രവാചകന്റെ വഫാത്തിന് ശേഷമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന ഘട്ടത്തിൽ ഒരാളോടും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒന്നും ഒരാളോടും കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വിയോഗശേഷം 40 വർഷക്കാലമാണ് ജീവിച്ചത്. ഏതാണ്ട് 2000-ഓളം ഹദീസുകൾ നമുക്കായി നൽകിയ മഹദിയാണ്, നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ നിവേദനം ചെയ്ത ഏതെങ്കിലും ഒരു ഹദീസിലോ അവരെപ്പോഴെങ്കിലും സൂചിപ്പിച്ചതോ ആയ റബീഉൽ അവ്വലിന്റെ ശ്രേഷ്ഠത ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരിക്കൽ പോലും പ്രവാചകനെ ഏറെ സ്നേഹിച്ച, പ്രവാചകന്റെ അവസാന നിമിഷത്തിൽ തന്റെ മടിയിൽ പ്രവാചകനെ ചേർത്ത് വെച്ചുകൊണ്ട് കയറി വന്ന ഒരു സഹാബിയിൽ നിന്നും മിസ്വാക്കിന്റെ കോല് വാങ്ങി അത് ചവച്ച്, തന്റെ പല്ല് കൊണ്ട് ചവച്ച് അത് പ്രവാചകന്റെ പല്ലിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകന്റെ പല്ല് മിസ്വാക്ക് ചെയ്തു കൊടുത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അത് സ്വന്തം പല്ലുകൊണ്ട് കടിച്ചിട്ട് അത്രമേൽ സ്നേഹമായിരുന്നു, അവർക്ക് പ്രണയമായിരുന്നു പ്രവാചകനോട്. ആ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഘട്ടത്തിൽ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. അത്തരത്തിലൊരു ഹദീസും വന്നിട്ടുമില്ല. അപ്പോഴോ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണ്ടേ? സ്വലാത്ത് ചൊല്ലുന്നതല്ലേ ഇത്? ചൊല്ലണം, ഉറപ്പായും ചെല്ലണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്
കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഖുതുബയിൽ നിന്നായിരുന്നാലും മറ്റേത് സന്ദർഭത്തിൽ നിന്നായിരുന്നാലും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. നമ്മൾ നമസ്കരിക്കുന്ന ഓരോ നമസ്കാരത്തിലും അത്തഹിയ്യാത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന ആ സ്വലാത്ത്, ഇന്നക ഹമീദും മജീദ് വരെയുള്ള സ്വലാത്ത് പ്രവാചകന് വേണ്ടിയുള്ള സ്വലാത്താണ്. ചൊല്ലണം. ഇത് ചൊല്ലിയില്ലെങ്കിൽ നമസ്കാരം പോലും പൂർത്തിയാകുന്നില്ല. ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം ആ പ്രാർത്ഥന തുടങ്ങേണ്ടത്. രണ്ടാമത് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം ആ പ്രാർത്ഥന തുടങ്ങേണ്ടത്. ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും രണ്ടാമത് പ്രവാചകനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുമായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഏത് സന്ദർഭത്തിലായാലും പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനയെ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 തവണ സ്വലാത്ത് ചൊല്ലും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം 10 പാപങ്ങൾ 10 നന്മകൾ ചേർക്കപ്പെടുക മാത്രമല്ല നമ്മുടെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയും നമുക്കായി 10 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യും. പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലൽ ഒഴിവാക്കേണ്ടുന്ന വിഷയമല്ല, അത് പരിഷ്കാരമല്ല, അത് മതമല്ല. പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഖുർആന്റെ കൽപ്പനയാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ അള്ളാഹു സ്വലാത്ത് ചൊല്ലുകയോ? അള്ളാഹു സൃഷ്ടിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുകയോ? അള്ളാഹുവിന്റെ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ പ്രവാചകന് കരുണ ചൊരിയുക എന്നുള്ളതാണ്. പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വലാത്തല്ല, പ്രാർത്ഥനയല്ല അള്ളാഹുവിന്റെ സ്വലാത്ത്. പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകനോട് അള്ളാഹു കാരുണ്യം കൂടുതൽ കാണിക്കുന്നു. മലക്കുകളുടെ സ്വലാത്ത് എന്താണ്? പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്വലാത്ത് എന്താണ്? നമ്മളും പ്രവാചകന് പദവികൾ ഉയർത്തിക്കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് ആ സ്വലാത്തെന്ന് പ്രവാചകനും സഹാബികളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ 1-ന് 10 പ്രതിഫലം ലഭിക്കുമെന്ന്. എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്നും പറഞ്ഞത് പ്രവാചകനാണ്. സ്വന്തം സ്വലാത്തിനെ കുറിച്ചാണ് പ്രവാചകനത് പറഞ്ഞത്. അത് നിർവഹിക്കണം. വിശ്വാസികൾ നിർവഹിക്കുക തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമേ അല്ല എന്ന് നാം തിരിച്ചറിയണം. ഞാനിവിടെ സൂചിപ്പിച്ച സ്വലാത്തിന്റെ കാര്യത്തിനപ്പുറം ഈ മാസത്തിൽ നിർവഹിക്കപ്പെട്ടു വരുന്ന മൗലൂദടക്കമുള്ള പാരായണങ്ങൾ പ്രവാചകന് വേണ്ടിയുള്ള സ്വലാത്താണെന്നുള്ള വ്യാഖ്യാനം ശരിയല്ല പ്രിയപ്പെട്ടവരെ. ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രവാചകൻ വിട പറയുന്നതിന്റെ കുറച്ച് മുമ്പാണ് ഈ വാക്ക് ഉച്ചരിച്ചത്. എന്താണ്? ഏറ്റവും നല്ല സമൂഹം എന്റെ സമൂഹമാണ്. പ്രവാചകനെ നേരിൽ കണ്ട, പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന സഹാബികൾ ജീവിക്കുന്ന സമൂഹം അക്കാലഘട്ടം. രണ്ടാമത് പറയുന്നു ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും പിന്നീട് അതിനുശേഷം വരുന്ന താബികളുടെ കാലഘട്ടം, പിന്നീട് അതിനുശേഷം വരുന്ന കാലഘട്ടം. ആദ്യത്തെ 3 നൂറ്റാണ്ടിനെ കുറിച്ചാണ് പ്രവാചകൻ ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന അക്കാലഘട്ടവും ശേഷം വന്ന പ്രവാചകൻ സഹാബിമാരെ കണ്ട ആളുകൾ ജീവിച്ച താബികൾ ജീവിച്ച കാലഘട്ടവും അതിന് തൊട്ടടുത്ത താബികൾ അഥവാ താബിയുങ്ങളെ കണ്ട ആളുകൾ ജീവിച്ച കാലഘട്ടവും. ആ കാലഘട്ടത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. എന്തുകൊണ്ടെന്നാൽ ദീനിൽ നിന്ന് ആളുകൾ അകന്നു പോകാതിരിക്കത്തക്ക രീതിയിൽ ദീനുമായി ചേർത്ത് നിൽക്കപ്പെടുന്ന കാലമാണത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലൊന്നും ഈ പരിപാടി ഉണ്ടായിട്ടില്ല, ജന്മദിനം ഉണ്ടായിട്ടില്ല,
മൗലൂദ് ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു ഏർപ്പാടും ഉണ്ടായിട്ടില്ല എങ്കിൽ അവരൊക്കെ സ്വർഗത്തിലാണല്ലോ. 10 പേരുടെ 10 സഹാബികളുടെ പേരെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ സ്വർഗാവകാശികളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാരും മൗലൂദ് കഴിച്ചിട്ടില്ല എങ്കിൽ, അവരാരും ജന്മദിനം ആഘോഷിച്ചില്ല എങ്കിൽ നമുക്കും ആ സ്വർഗത്തിൽ ഇടമുണ്ട് പ്രിയപ്പെട്ടവരെ. 3 നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ ആരും മൗലൂദ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ സ്വർഗത്തിൽ, അവർ പോകുന്ന സ്വർഗത്തിൽ നമുക്കും ഇടം ലഭിക്കും പ്രിയപ്പെട്ടവരെ. അത് നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ തന്റെ ജന്മദിനത്തെ ആകെ തള്ളിക്കളഞ്ഞോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഖതാദ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: ദാഖ യൗമുൻ ഉലിത്തു ഫീഹി വയൗമു ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി. ഞാൻ ജനിച്ച ദിവസമാണ്, അഥവാ തിങ്കളാഴ്ച ദിവസത്തിനോ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു ആഴ്ചയിൽ 2 നോമ്പുകൾ, തിങ്കളും വ്യാഴവും നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുകയാണ്. തിങ്കളാഴ്ച അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് എന്നാണ്. തിങ്കളാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കൂ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന്റെ ജന്മദിനം ദിവസം മാത്രം ഓർമ്മിപ്പിച്ചു. മാസം പറഞ്ഞില്ല, വർഷം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിക്കേണ്ടതല്ല പ്രവാചകന്റെ ജന്മദിനം എന്ന പാഠമാണിത്. മറിച്ച് ആഴ്ചയിലെങ്കിലും നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവണം, പ്രവാചകനെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് എന്താ പ്രവാചകൻ പറഞ്ഞത്? അന്ന് ഒരുപാട് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ആളുകൾക്ക് വിതരണം ചെയ്യാനാണോ? അല്ല. അന്ന് ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്താനാണോ? അല്ല. തക്ബീർ മുഴക്കാനാണോ? അല്ല. ആരാധനാലയങ്ങൾ അലങ്കരിക്കാനാണോ? അല്ല. നോമ്പ് അനുഷ്ഠിക്കുക. നോമ്പാർക്ക് വേണ്ടിയാ? പടച്ചവന് വേണ്ടിയാ, പ്രവാചകന് വേണ്ടിയല്ല. പ്രവാചകന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, പടച്ചവന് വേണ്ടി നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പ്രതിഫലം കരസ്ഥമാക്കൂ എന്നാണ് പറഞ്ഞത്. ഈ ചര്യ നേരത്തെ സൂചിപ്പിച്ച 3 നൂറ്റാണ്ടിലെ അനുയായികളും സ്വീകരിച്ചു, നമ്മളും സ്വീകരിക്കേണ്ടതാണത്. അതാണ് പ്രവാചക സ്നേഹം, അതാണ് പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഏക തെളിവ്. നോമ്പനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. എന്താണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്നത്? ഏതെങ്കിലും ഒരു ദിവസം നോമ്പനുഷ്ഠിക്കാൻ ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടോ? മറിച്ച് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ ആഘോഷമായി അതിൽ അങ്ങനെ വ്യാപൃതരാവുകയാണ് ആളുകൾ. അപ്പോൾ പ്രവാചകന്റെ വചനം വേറെ, ഇന്ന് കാണുന്ന ചര്യകൾ വേറെ എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവുമായി അടുക്കുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് കൂടി നാം മനസ്സിലാക്കുക. സ്വാഭാവികമായും ആളുകളൊക്കെ പറയുന്ന മറ്റൊരു വിഷയമുണ്ട്. എന്തിനായി ജന്മദിനത്തെ എതിർക്കുന്നത്? നിങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? ബർത്ത്ഡേ. അപ്പൊ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് എന്താണ് തെറ്റ് എന്നാണ്? പ്രിയപ്പെട്ടവരെ, നമ്മളാരും നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ബർത്ത്ഡേ ആഘോഷിക്കുന്ന പരിപാടി ഒഴിവാക്കണം. കാരണം അത് ക്രിസ്തു മതത്തിൽ നിന്ന് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ്. മെഴുകുതിരി കത്തിച്ച് കേക്ക് മുറിച്ച് അവിടെയൊക്കെ അലങ്കരിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന വചനം അത് ക്രിസ്തു മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും വന്ന ഒരു അനാചാരമാണ്, ഒരു പുതിയ ആചാരമാണ്. നമ്മളതിൻ്റെ പിന്നാലെ പോകരുത്. എന്താണ് ജന്മദിനത്തിന് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൻ്റെ ജന്മദിനം ഞാൻ ആഘോഷിക്കുകയാണ്. മോന് 10 വയസ്സ് വരെ ഞാൻ ആഘോഷിച്ചു, 10 വയസ്സായല്ലോ, 11ാമത്തെ വയസ്സ് വരെ ആഘോഷിക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ മോൻ 10 വർഷമായപ്പോൾ മരണത്തിന് ഇത്രകാലം അകൽച്ചയുണ്ടായിരുന്നു. എൻ്റെ മോന് 11 വയസ്സായപ്പോൾ 1 വർഷം മരണത്തോട് അവൻ അടുത്തു എന്നതിൻ്റെ അർത്ഥം. മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത് അതാണോ ആഘോഷിക്കേണ്ടത്? അതൊന്നും നമ്മുടെ ചര്യയല്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കും എന്ന് കരുതിക്കൊണ്ടാണ്, പ്രവാചകന്റെ മേലുള്ള സലാത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. നമ്മളാരും ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നല്ലതല്ല എങ്കിൽ പോലും നമ്മളാരും ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പടച്ചവന്റെ പ്രീതി കിട്ടും, അത് പുണ്യകരമാണ്, അപ്പേരിൽ അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. അതൊരു നാട്ടാചാരമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം മതത്തിന്റെ പേരിൽ നടക്കുന്ന, അള്ളാഹു പ്രതിഫലം നൽകും പരിഗണിക്കുമെന്ന രീതിയിൽ
നടത്തുന്ന ഒരു അനാചാരമാണ്. പ്രവാചകൻ കാണിക്കാത്ത, ഖുലഫാ റാഷിദുകൾ കാണിക്കാത്ത, 3 നൂറ്റാണ്ട് കാണിക്കാത്ത, പിന്നെയും വൈകി മാത്രം ഉദയം ചെയ്ത ആചാരമാണ്. 3 നൂറ്റാണ്ടിന് ശേഷം ഫാത്തിമി ഖലീഫമാർ അഥവാ ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടുവന്നതാണ് ഈ ആചാരം. തുടക്കം കുറിക്കുന്നത് അവരാണ്. മൗലൂദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്ന്, പുത്തൻ ആചാരമാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുള്ളയും പറയുന്നു മൗലൂദ് കർമ്മം പുത്തൻ ആചാരമാണ്. അത് തുടങ്ങിയത് ഹിജ്റ 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഫാത്തിമി ഖലീഫമാർ എന്ന ഷിയാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് തുടങ്ങിയത്. പിന്നീടാണത് ഇറാഖ്, സിറിയ, ഈജിപ്ത് പോലുള്ള നാടുകളിൽ പ്രചരിച്ചു വരുന്നത്. അതിനുശേഷം ഏതാണ്ട് 6-ാം നൂറ്റാണ്ടിലാണ് ഇറാഖിലെ മോസ് നഗരത്തിലെ രാജാവായി അറിയപ്പെടുന്ന മാലിക് മുദഫർ അബൂ സയ്യിദ് എന്ന രാജാവ് ഈ പരിപാടി ഒരു മൗലൂദ് ആചാരമായിട്ട് വമ്പിച്ച തോതിൽ ഒരു ആഘോഷമായി കൊണ്ടാടുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. അതാണ് ഇന്ന് കാണുന്ന രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു വിഭാഗം ആളുകൾ ആചരിച്ചു വരുന്ന ഈ രീതിയുടെ തുടക്കം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, പ്രവാചകൻ അറിഞ്ഞിട്ടില്ല, പ്രവാചകൻ ചെയ്തിട്ടില്ല, പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല, സഹാബിമാർ അറിഞ്ഞിട്ടില്ല, സഹാബിമാർ ചെയ്തിട്ടില്ല, സഹാബിമാർ കൽപ്പിച്ചിട്ടില്ല. താബികളോ കൽപ്പിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുകയോ പറയുകയോ ചെയ്യാത്ത കാര്യമാണ് മൗലൂദ് ആചാരം. നാട്ടിലത് ഗംഭീരമായി നടക്കുന്നു എന്നതിൻ്റെ പേരിൽ അതുമായി സഹകരിക്കരുതേ. അത് പുത്തൻ ആചാരമാണ്. ഓരോ പുതിയ ആചാരവും ഇസ്ലാം പൂർണ്ണമാക്കി തന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പൂർത്തീകരിച്ച ശേഷമാണ് പ്രവാചകൻ വിട പറഞ്ഞത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ് ഖുർആനിലൂടെ. ഇന്നേക്കിതാ നിങ്ങളുടെ മതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്റെ ജീവിതകാലത്ത് അവസാനത്തെ ഹജ്ജ് വേളയിൽ ഹജ്ജത്തുൽ വിദാഇന്റെ സന്ദർഭത്തിൽ ആ പൂർത്തീകരണം പ്രഖ്യാപിച്ചു. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതോ നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്നതോ ആയ ഒരു കാര്യവും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. നമ്മൾ നരകത്തിൽ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് സ്വർഗത്തിലെത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ആചാരങ്ങളൊക്കെയും പുത്തൻ ആചാരമാണ്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതിയ ആചാരങ്ങളും അനാചാരങ്ങളാണ്, അധർമ്മമാണ്, തിന്മയാണ്. അതൊക്കെയും നരകത്തിലേക്കാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഈ ദിവസങ്ങളിൽ പരിസരങ്ങളിൽ കാണുന്ന ഈ ആഘോഷ പരിപാടികൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതേ അല്ല എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന മുവഹിദുകളുടെ കൂട്ടത്തിൽ കാരണവാനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.